ഹലോ ഗായ്സ്, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത്. ഇന്ന് ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഉച്ചയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ എന്നും കഴിക്കാറുള്ള പോലെ ഇന്ന് വെറും ചോറ് കഴിക്കാനുള്ള കേട്ടോ പുറത്ത് പോകണത്. ഇന്ന് മന്തി കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്ന് മന്തി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മന്തി കഴിക്കാൻ വന്നുള്ളത് സംസം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും മന്തി കഴിക്കാൻ വരാൻ സംസമേക്കാണ്. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ എല്ലാ ഷോപ്പുകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. വാപ്പയും ഉമ്മയും നാത്തൂൻ്റെ ഹസ്ബൻഡും മോളും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും മോളും ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോൾക്ക് വെള്ളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഇഷൽ വന്നപ്പോൾ തന്നെ ഈ ബോളിൻ്റെ അടുത്താണ് കേട്ടോ, അവൾക്ക് ഈ ബോൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരോട് ഞാൻ 2 ദിർഹംസ് അന്വേഷിച്ചപ്പോൾ അവരേലൊന്നുമില്ല. വണ്ടിയിൽ ഉണ്ടാവാറുണ്ട്, വണ്ടിയിലുമില്ല. അങ്ങനെ 2 ദിർഹംസ് കാത്ത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ നല്ല മോളൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും പിടിച്ച് കുറേ നേരം നിൽക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. വാപ്പമ്മയും ഇക്കൊക്കെ കയറിയിട്ടുണ്ട് സീറ്റൊക്കെ പിടിക്കാൻ. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് സൂപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി ആള് സൂപ്പ് കുടിച്ചപ്പോൾ ആളുടെ ഡ്രസ്സും ഇത്തിരി മഞ്ഞ കളറായി. പുതിയ ഡ്രസ്സായി കാരണം എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അങ്ങനെ വേഗം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് വേറെ ഡ്രസ്സിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു മട്ടൻ മന്തിയും ഒരു ചിക്കൻ മന്തിയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്തതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അവർ കേട്ടത് മറ്റേ പുഴുങ്ങിയ പോലെ ചിക്കനില്ലേ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം അതിൻ്റെ ഉള്ളിലൊരു മസാല പിടിക്കാത്ത പോലെ, കാരണം അതെനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെ അത് തിരിച്ചുകൊണ്ട് പോയിട്ട് അൽഫാം മന്തിക്ക് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇഷലിന് ഞാൻ കുറച്ച് അതിൽ നിന്നൊക്കെ ചോറൊക്കെ കൊടുത്ത് അവൾ തിന്നിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ചിക്കൻ മന്തി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇവരൊക്കെ തിന്നണം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ എൻ്റെ ഫുഡൊക്കെ വന്ന് എല്ലാവരും കൂടിയിട്ട് ചിക്കനൊക്കെ തിന്നാൻ സഹായിച്ചു. അങ്ങനെ ഇനിയുള്ളത് ഇവിടെ ഫ്രീ ആയിട്ട് ഡംപ്ലിങ്സ് കിട്ടും കേട്ടോ, എന്നുവെച്ചാൽ ലുക്കിമാത്ത്. അങ്ങനെ ലുക്കിമാത്തിനെ വെയിറ്റ് ചെയ്തിട്ടില്ല, ഭയങ്കര ചൂടുള്ള ലുക്കിമാത്ത് കിട്ടും കേട്ടോ. ചില സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും, ചില സമയത്ത് ഫ്ലോപ്പ് ആയിരിക്കും കേട്ടോ. ഇന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ പാത്രമൊക്കെ ഞങ്ങൾ കാലിയാക്കിയിട്ടാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുക ഒരു മന്തിയൊക്കെ കഴിച്ചതിൻ്റെ. അപ്പോഴേക്കും ഇശലൊക്കെ ഉഷാറായി. ഇശൽ ഇതാ ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇശലിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാൻ പോവാന്ന്. അപ്പോൾ നാത്തൂൻ്റെ ഹസ്ബൻഡും നമ്മൾ മുടിയൊക്കെ വെട്ടി വീട്ടിലെത്തുമ്പോഴൊക്കെ അവർ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവരോട് ബായ് പറയാം കേട്ടോ. ഇശലിൻ്റെ മുടി വെച്ചാൽ ഭയങ്കര വലുതായിട്ടുണ്ട്. ഞാൻ നാട്ടിലുള്ളപ്പോഴാണ് ആ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിന്ന് പോണത് ഷാബിയേക്കാണ് കേട്ടോ. ഷാബിയിൽ പാർക്കിംഗ് വന്നപ്പോൾ ഭയങ്കര ഉപകാരം ആയിട്ടോ. കാരണം അല്ലെങ്കിൽ ഷാബിയിൽ പോയിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിന് വേണ്ടി കുറേ ചുറ്റണം. ഇപ്പോൾ ഈ വട്ടം പറഞ്ഞത് ഭയങ്കര സുഖമായിട്ടോ, പാർക്കിംഗ് വേഗം കിട്ടി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫസ്റ്റ് മുടി വെട്ട് കടയിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ഇശലിൻ്റെ മുടിയൊക്കെ വെട്ടി ചൂടായി കാരണം ചെറുതായിട്ടൊരു ക്ഷീണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ലസ്സി കുടിച്ചു കേട്ടോ. ഇത് പ്ലെയിൻ ലസ്സിയാണ്, അവിടെ മാംഗോ ലസ്സി ഉണ്ട്. മെഹഫിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇക്കടെ ഫ്രണ്ടൊക്കെ കൂടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മാഞ്ച കുടിക്കാൻ പോയിട്ട് ഒരു ഗ്ലാസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഇക്കാക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാരണം ഇക്ക വാങ്ങിച്ചില്ല. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.